ഇന്ന് നമ്മുടെ വീടിൻ്റെ കല്ലിടൽ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വഴിയിലൂടെ കണ്ടില്ല, ഇതാണ് നമ്മുടെ വഴി, ഇതാണ് കേട്ടോ. അപ്പോൾ അതിലെ നമ്മൾ രാവിലെ നമ്മുടെ പറമ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും വലിയ സന്തോഷത്തിലാണ് കേട്ടോ. എത്രയും വേഗം അവിടെ വീട് പണിത് കഴിയണം, അവിടെ താമസിക്കണം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹവും സ്വപ്നവും ഒക്കെ അവർക്കുണ്ട്. അപ്പോൾ നമ്മുടെ പൈസയൊക്കെ കുറവാണെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും പണിയാം തുടങ്ങാം എന്നൊക്കെ വിചാരിക്കാൻ കാരണം ഇവരുടെ ഈ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു ഒറ്റ ബലത്തിലാണ്. നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ, ആ ഒരു വഴി കൂടിയൊക്കെ കയറി വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ എവിടെ പോകണമെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. അച്ഛൻ ഇൻഹെയിലറൊക്കെ കൈ പിടിച്ചിട്ടാണ് അവിടെ മുകളിൽ വരെ വരുന്നത്. അവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ഇൻഹെയിലറൊക്കെ വലിച്ചിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടൊക്കെ ആ വഴിയിലുള്ളതുകൊണ്ടാണ് നമ്മളിത് ഈ കാണുന്ന നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക്, നമ്മുടെ ഈ ഒരു പ്ലോട്ടിലേക്ക് നമ്മൾ മാറാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ ഇപ്പം നമ്മളുടെ പറമ്പിലെത്തി. അപ്പോൾ തലേദിവസം തന്നെ നമ്മുടെ വീട് പണിയുന്ന ആ ചേട്ടനാണെങ്കിൽ അദ്ദേഹം ഇവിടുത്തെ ഇതൊക്കെ പൊസിഷനൊക്കെ നോക്കിയിട്ട് കല്ലിടേണ്ട സ്ഥലമൊക്കെ കണ്ട് അവിടെ ഒരു കുഴിയൊക്കെ കുഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു പ്രത്യേക രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ കല്ല്. അപ്പോൾ നമ്മൾ കല്ലൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഇത് കല്ലിടാനൊക്കെ ആയിട്ട് എൻജിനീയറും അവരൊക്കെ വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മളെല്ലാവരും റെഡിയായിട്ട് നിന്നത് ഇങ്ങനെ കല്ലിടാൻ പോവുകയാണ്. അപ്പോൾ ചങ്കരനും തമ്പുമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കട്ടെ. ചങ്കരനും തമ്പുരും ഇന്നലെ വന്നപ്പോൾ തന്നെ ഇവിടെ വീട് പണി കഴിഞ്ഞ് കാണും, ഇപ്പോൾ ഇവിടെ താമസിക്കാമെന്നൊക്കെ ഉള്ള കൺസെപ്റ്റിലാണ് വന്നത്. എന്തായാലും വന്നപ്പോഴത്തേക്കും വീട് പണിയൊന്നും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ശങ്കരന് ഭയങ്കര സങ്കടമായി. എന്നാലും ഇപ്പോൾ കല്ലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് വീട് പണി ഇവിടെ റെഡിയാകുമെന്നാണ് ചങ്കരൻ വിചാരിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് ചങ്കരൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് മുകളിലത്തെ നിലയിൽ താമസിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളുടെ കല്ലിടൽ ചടങ്ങുകളുടെ കല്ലൊക്കെ വെച്ചു. നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്തു, അദ്ദേഹത്തിന് മുണ്ടൊക്കെ കൊടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ സിമെൻറ്റ് വെച്ചാണ് കേട്ടോ ഈ കല്ല് ഉറപ്പിക്കുന്നത്. അതൊക്കെ നമ്മുടെ വീട് പണിയുന്ന ഈ ചേട്ടൻ തന്നെയാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കല്ലിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ ഒരു അടപ്പ് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങോട്ടോട്ടൊക്കെ ഇളകി മാറാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ സിമെൻറ്റൊക്കെ ഇട്ടിട്ട് ഉറപ്പിച്ചു. അതിനുശേഷം വീണ്ടും ഈ കാണുന്ന സിമെൻറ്റ് മുഴുവനും വെച്ചിട്ട് ആ കല്ല് മൊത്തം മൂടിയിട്ട് ഇന്നവിടെ വെച്ചേക്കും. അതിനുശേഷം പിന്നീടാണ് കേട്ടോ, മണ്ണിട്ടിപ്പോൾ ഒരിക്കലും മൂടത്തില്ല, ഇതിങ്ങനെ ഉറയ്ക്കണമല്ലോ സിമെൻറ്റ് ഇട്ട്. അപ്പോൾ അതങ്ങനെ വെക്കും. നമ്മളിവിടെ ഭക്ഷണമൊന്നും അറേഞ്ച് ചെയ്തിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്തൊരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. ഇനി നമ്മൾ അവിടേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ദോശ, പൂരി, അങ്ങനെ പല സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പം എന്നാൽ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോന്ത കാണിക്കും, നല്ല സൂപ്പർ കാണിക്കടാ. അമ്പാടിന്റെ മുഖം എന്താ കാണിച്ചേ? അമ്പാടിന്റെ മുഖം കാണിച്ച് ഇങ്ങനെ നോക്കാൻ പാടി. രണ്ടുപേരും കൊള്ളാം. ഇവർക്ക് രാവിലെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞതിന് ഭയങ്കര സങ്കടം. ഇവിടുന്ന് പോകാൻ ഇവർക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഇവരോരോ കോപ്രായമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടുന്ന് പോകണില്ല, ഇവിടെ നിൽക്കുവാണ്. വീട് പണി കഴിഞ്ഞിട്ട് പോകണോടൂ എന്നൊക്കെ പറഞ്ഞ് ശങ്കരനും തമ്പുമൊക്കെ അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ രാവിലെ. ദേവസൂര്യ ഇങ്ങ് നോക്കിയേ, ജീവരാഗെ ഇങ്ങ് നോക്കിയേ, ജീവരാഗെ നോക്കി. ശങ്കരൻ എന്നാ കഴിക്കാൻ വേണ്ടേ? പറ. പൂരിയാണോ? പാനിപ്പൂരി അല്ല കേട്ടോ ശങ്കര, പാനിപ്പൂരി ഇല്ലാണ്ടോ ഇവിടെ. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ ഇവരെ ചങ്കരനെയും തമ്പൂനെയൊക്കെ നമ്മൾ ബസ് കയറ്റി അവരുടെ വീട്ടിലേക്ക് വിട്ടതിന് ശേഷം അമ്മയും അച്ഛനും ഞാനും ഒക്കെ കൂടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതിന് റിലയൻസിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും അവിടെയുള്ള ഒത്തിരി ആൾക്കാർ അറിയുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വീടിൻ്റെ കല്ലിടലാണ്, കാരണം റിലയൻസിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സ്ഥിരം നമ്മളിവിടെ അടുത്ത് തന്നെയാണെന്നൊക്കെ പറഞ്ഞു വർത്തമാനമൊക്കെ പറഞ്ഞ് പോകുന്നു. അപ്പോൾ നമ്മളുടെ വീട് പണി അങ്ങനെ തുടങ്ങി, കല്ലിടൽ കഴിഞ്ഞു. ഇനി എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമെന്നറിയത്തില്ല. പോകെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ നേരെ വീട്ടിലേക്കും പോകുന്നു.